നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണിയുടെ ത്രിമൂർത്തികൾ എന്നിപ്പോൾ പറയപ്പെടുന്നത് 3 നേതാക്കളെ കുറിച്ചാണ്. പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് വളരെ വിശാലമായി തന്നെ അവരുടെ എഡിറ്റോറിയൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. രേവന്ത് റെഡ്ഡി, DK ശിവകുമാർ, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മമതാ ബാനർജി, ഇവരെ 3 പേരെയും കൃത്യമായി ഇന്ത്യ മുന്നണിയിലെ തന്നെ ട്രബിൾ ഷൂട്ടേഴ്സ് എന്ന് ഇപ്പോൾ പറയുകയാണ്. രേവന്ത് റെഡ്ഡി ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അദ്ദേഹം സ്വന്തം സംസ്ഥാനമായ തെലങ്കാനയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത പദ്ധതിയാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യം. അതാണ് ദേശീയ തലത്തിൽ കോപ്പിയടിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ അവരുടെ ഉദ്ദേശശുദ്ധി വേറെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ ചോർത്തണം, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതല്ലാതെ ക്ഷേമകാര്യങ്ങളല്ല. രേവന്തിനെ പോലെ പ്രവർത്തന മികവ് ഒന്നും തന്നെ നടത്താനല്ല ഇവരുടെ ആരുടെയും ആഗ്രഹം. 2011 കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കിരാതഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 34 കൊല്ലത്തെ തേർവാഴ്ച എന്നേക്കുമായി പൂട്ടിക്കെട്ടി ഒരു മരുന്നിന് പോലും സഖാക്കളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മമതാ ബാനർജി ബംഗാളിനെ രൂപാന്തരപ്പെടുത്തിയെടുത്തു. 15 കൊല്ലമായി അവർ ബംഗാൾ മുഖ്യമന്ത്രിയായി ഭരണത്തിൽ ഇരിക്കുന്നു. അവർ ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഈ സംസ്ഥാനങ്ങളിലുടനീളം, അതായത് ബീഹാർ ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, ബംഗാൾ ആയിക്കോട്ടെ, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് കാര്യമായി സ്വാധീനമില്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ റാലി ബീഹാറിൽ സംഘടിപ്പിച്ചത് വലിയ രീതിയിൽ അത് ഒരു തരംഗമായി മാറുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ തോതിലുള്ള സ്വീകാര്യത ലഭ്യമാകുന്നു. അത് രാഹുൽ ഗാന്ധി ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നേടിയെടുത്ത വിജയമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന ഇന്നിങ്സ് തുടങ്ങുന്നത് 2024 ജൂൺ മാസം മുതലാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 1.25 കൊല്ലത്തോളമായി രാഹുൽ ഗാന്ധി ഭാരതത്തിൽ മുഴുവനായി നടത്തി വരുന്ന ഒരു പോരാട്ടമുണ്ട്. സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പോരാട്ടം. അദ്ദേഹത്തിന് ജീവന് ഭീഷണിയാകുന്ന പല സന്ദേശങ്ങളും പല രീതിയിലും അദ്ദേഹത്തിനെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ പല നേതാക്കളും പല ഊമക്കത്തുകളും അയച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കൂസാതെ രാജീവ് ഗാന്ധിയുടെ മകൻ മുന്നോട്ട് പോകുന്നു. DK ശിവകുമാർ നമുക്കറിയാം ഏറ്റവും മികച്ച ട്രബിൾ ഷൂട്ടറായിരുന്നു. ഏതൊക്കെ സംസ്ഥാനത്ത് ഓപ്പറേഷൻ താമര ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക അവിടെയൊക്കെ റിസോർട്ട് മോഡൽ രാഷ്ട്രീയത്തിനെ ബദലാക്കിക്കൊണ്ട് അവിടെ DK ശിവകുമാർ നിർണായക നീക്കങ്ങൾ നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. DKയും രേവന്തും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായ തൃണമൂൽ നേതാവ് മമതാ ബാനർജി വലിയ തോതിൽ ത്രിമൂർത്തികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിന് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ പൊളിച്ചെടുക്കാൻ കിട്ടുന്ന സുവർണ അവസരമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് MP-മാരെ കൂട്ടി 300ഓളം MP-മാരെ കൂട്ടി, ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാരെ കൂട്ടിക്കൊണ്ടുള്ള മാർച്ചും തുടർന്ന് നടന്ന പ്രവർത്തനങ്ങളും ഒക്കെ രാജ്യത്താകമാനം ചലനം സംഭവിച്ച കാര്യങ്ങളാണ്. ഗ്യാനേഷ് തൻ്റെ മുൻഗാമിയുടെ വഴിയെ പോകുമോ? മാൾട്ടയിൽ സുഖവാസം നടത്തുന്ന രാജീവ് കുമാറിന് ഇനി ഇന്ത്യയിൽ തിരിച്ചു വന്ന് അറസ്റ്റ് വരിക്കാൻ താല്പര്യമില്ല. അത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കും മുമ്പ് ഗ്യാനേഷും സ്ഥലം വിടുമോ? അതാണ് ത്രിമൂർത്തികളുടെ ഏറ്റവും വലിയ ആലോചന.